എല്ലാ പ്രിയപ്പെട്ടവർക്കും ട്രേഡർ സ്ട്രീറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ മാർക്കറ്റ് നമ്മൾ ഇവിടെ നോക്കിയാൽ ചാർട്ടിൽ നോക്കുമ്പോൾ നമുക്ക് നിഫ്റ്റിയുടെ ചാർട്ട് നോക്കുമ്പോൾ നമുക്ക് അറിയാം, ഓപ്പണിംഗ് വന്നിട്ട് ഫ്ലാറ്റായിട്ടാണ് ഓപ്പൺ ആകുന്നത്. ഫ്ലാറ്റായിട്ട് ഓപ്പണായി അതിനുശേഷം ജസ്റ്റ് താഴോട്ട് CPRൻ്റെ ലെവൽ, CPR ചെറിയ ഗ്യാപ്പേ ഉള്ളൂ, അപ്പോൾ ലെവലിന് താഴെ ജസ്റ്റ് ട്രേഡായി അതിനുശേഷം മുകളിലോട്ട് കയറിപ്പോയി. ഇവിടെ നോക്കിയ CPR എന്ത് മനോഹരമായിട്ടാണ് CPRൻ്റെ ലെവൽ റെസ്പെക്റ്റ് ചെയ്തേക്കുന്നത്. നോക്കിയേ, കറക്റ്റ് പ്രീവിയസ് ഡേ ഹൈ R1 അടിച്ചതിന് ശേഷം അത് കണ്ടിന്യൂസ് താഴോട്ട് പോകുന്നു. പിന്നെ വന്ന് ക്ലോസിങ് വരുമ്പോൾ ഫ്ലാറ്റായിട്ടാണ് ക്ലോസിങ്. ഞാൻ കഴിഞ്ഞ ദിവസം ഈ മാർക്കറ്റ് ഒരു അപ് ട്രെൻഡ് വന്ന ഈ ഒരു റേഞ്ച് ഞാൻ സെല്ലിങ് പറഞ്ഞ മാർക്കറ്റ്, അതിന് ശേഷം അടുത്തുള്ള ദിവസങ്ങളിൽ സൈഡ് വൈസ് മൂവ്മെൻ്റ് ആയിരിക്കാനാണ് ചാൻസ് എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ സൈഡ് വൈസ് മൂവ്മെൻ്റാണ്. വലിയ മൂവ്മെൻറ്റ് കാണിക്കുന്നില്ല, 50 പോയിൻറ്റ് പ്ലസോ മൈനസോ ആയിട്ടൊക്കെ കാണിക്കും. ലാസ്റ്റ് ക്ലോസിങ് വരുമ്പോൾ ഫ്ലാറ്റായിട്ട് വന്നിട്ട് ക്ലോസ് ചെയ്യും. 0.14, 0.20 പ്ലസ് അല്ലെങ്കിൽ മൈനസിൽ, അതൊക്കെ എന്ന് പറഞ്ഞാൽ വെറും ഫ്ലാറ്റ് മാർക്കറ്റാണ്. അതിനകത്തൊന്നും കിട്ടത്തില്ല. ഓപ്ഷൻസ് ബയേഴ്സിനൊക്കെ നല്ല പണിയായിരിക്കും ഇതിനകത്ത്. കോള് ബൈ ചെയ്താലും പുട്ട് ബൈ ചെയ്താലും അവർക്ക് ലോസ് വരും. സെല്ലേഴ്സിന് നല്ല ചാൻസാണ്. പ്രീമിയം മെൽറ്റ് ആകുന്നത് നല്ല രീതിയിൽ ഈ റേഞ്ചിൽ നല്ല രീതിയിൽ അവർക്ക് ബെനിഫിറ്റ് എടുക്കാൻ പറ്റും. അപ്പോൾ മാർക്കറ്റിന് ഒരു സ്ട്രെങ്ത് ഇല്ല, പക്ഷേങ്കിൽ ഇങ്ങനെ സൈഡ് വൈസ് മൂവ്മെൻറ്റ് കാണിക്കുമ്പം പെട്ടെന്ന് ഏതെങ്കിലും ഒരു ദിവസം ഒരു ഹെവി മൂവ്മെൻറ്റ് അപ്പിലോട്ട് വന്നാൽ പെട്ടെന്ന് നല്ലൊരു സെല്ലിങ് വരും. അതായത് 25,000 മാക്സിമം 25,200 ഞാൻ പ്രതീക്ഷിക്കുന്നത്, മാക്സിമം പ്രതീക്ഷിക്കുന്നത്. ആ റേഞ്ച് വന്നാൽ ഹെവി സെല്ലിങ് മാർക്കറ്റിൽ വരുമെന്നാണ് എൻ്റെ ഒരു കാൽക്കുലേഷൻ. അപ്പോൾ ആ ഒരു റേഞ്ച് വരുവാണെങ്കിൽ അവിടെയൊക്കെ നമ്മൾ മാക്സിമം ശ്രദ്ധിക്കണം. ഷെയർസുകളൊക്കെ കയ്യിലൊക്കെ ഉള്ളത് ഒരു പ്രാവശ്യം സെല്ല് ചെയ്ത് കളയുന്നത് നല്ലതാണ്. ബാങ്ക് നിഫ്റ്റിയിലാണെങ്കിലും സെയിം, ആ ദിവസത്തെ ഒരു ഹെവി മൂവ്മെൻറ്റിന് ശേഷം ഇവിടെ 1, 2, 3, 4 ദിവസം ഒരു ഇടയ്ക്ക് മൂവ്മെൻറ്റ് കിട്ടുന്നുണ്ട്. പക്ഷേ ക്ലോസിങ് വരുമ്പോൾ കണ്ടില്ലേ, ഇവിടെ വരുമ്പോൾ ഇവിടെ ക്ലോസിങ്, ഇവിടെ താഴെ ക്ലോസിങ്, ഇവിടെ വീണ്ടും ഈ റേഞ്ചിൽ ക്ലോസിങ്. അതായത് ഏകദേശം ഒരു ഫ്ലാറ്റ് ഒരു 0.15, 0.20 പ്ലസിലോ മൈനസിലോ ആയിരിക്കും ക്ലോസ് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ ക്ലോസ് ചെയ്യുമ്പം മാർക്കറ്റിൻ്റെ ഒരു മൂവിങ് റേഞ്ച് ഇച്ചിലൂടെ ഇതായിപ്പോവും, ലെവലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. അപ്പോൾ അതിൻ്റെതായിട്ടുള്ളൊരു മൂവ്മെൻറ്റ്, പെട്ടെന്നൊരു ഹെവി മൂവ്മെൻറ്റ് എന്തെങ്കിലും പോസിറ്റീവ് ന്യൂസ് വന്നാൽ അതിനകത്ത് അപ്പിൽ വരും, പക്ഷേ എങ്കിൽ പെട്ടെന്ന് തന്നെ സെല്ലിങ് മാർക്കറ്റിൽ വരും. അപ്പം നമ്മൾ ശ്രദ്ധിക്കണം ഈ കാര്യങ്ങളൊക്കെ. അതുപോലെ നമ്മൾ ഇപ്പം ഞാൻ വീഡിയോ ഇടുന്നതിനകത്ത് ഞാൻ എല്ലാ ദിവസവും സെയിം ഡേയിൽ ട്രേഡിങ് നടന്ന കുറച്ച് ഷെയറിനെ പറ്റിയും പിന്നെ നാളത്തെ കുറച്ച് ഷെയറുകളും സെലക്ട് ചെയ്തു. പക്ഷേ എങ്കിൽ വീഡിയോ നല്ല രീതിയിൽ കാണുന്നവർക്കാണെങ്കിൽ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാവും. എങ്ങനെയാണ് ചെയ്യുന്നത്, എന്ത് രീതിയാണ് ചെയ്യുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ അതിന് കൃത്യമായിട്ടുണ്ട്. എല്ലാ വീഡിയോ ഒരു 4-5 വീഡിയോ കണ്ടു കഴിയുമ്പോഴേ കാര്യങ്ങൾ മനസ്സിലാവും. പിന്നെ നമ്മൾ ലൈവ് മാർക്കറ്റിലുള്ള പ്രാക്ടീസ് ചെയ്യുന്നതിൻ്റെ ഒരു ബെനിഫിറ്റ് ആയിരിക്കും കിട്ടുന്നത്. ലൈവ് മാർക്കറ്റിൽ പ്രാക്ടീസ് ചെയ്യുമ്പോഴേ നല്ല രീതിയിൽ നമുക്ക് ട്രേഡ് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. കാരണം നമ്മൾ പേപ്പർ ട്രേഡ് പലരും പേപ്പർ ട്രേഡ് ചെയ്യുമ്പോൾ നല്ല പ്രോഫിറ്റ് ഉണ്ട്, പക്ഷേ എങ്കിൽ ഒറിജിനൽ ട്രേഡ് ചെയ്യുമ്പം പ്രോഫിറ്റ് ഇല്ല എന്ന് പറയും. പേപ്പർ ട്രേഡ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ ഇമോഷൻസ് വർക്ക് ആകുന്നില്ല. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ ചെറിയ രീതി ക്വാണ്ടിറ്റിയിൽ എടുത്താണെങ്കിലും ഒറിജിനൽ ട്രേഡ് തന്നെ ചെയ്ത് പഠിക്കാൻ ശ്രമിക്കണം. കാര്യങ്ങൾ പഠിച്ചാൽ നല്ല രീതിയിൽ ട്രേഡ് എടുക്കാൻ പറ്റും. ഞാൻ നെക്സ്റ്റ് ഡേയിലേക്ക് തരുന്ന ഷെയർസിനകത്ത് ഞാൻ പറയുന്ന ലെവലുകളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. നല്ല ചാൻസുകൾ അവിടെ തരുന്നത് കാണാം. പക്ഷേങ്കിൽ നമ്മളെപ്പോഴും സ്റ്റോപ്പ് ലോസ് ഇട്ട് വേണം ചെയ്യാൻ. ഞാൻ പറയുന്ന രീതിയിൽ തന്നെ സ്റ്റോപ്പ് ലോസ് ഇടണം, അല്ലാതെ നമ്മുടെ ഒരു കാൽക്കുലേഷൻ വെച്ചിട്ട് ഇടരുത്. ഞാൻ പറയുന്ന രീതിയിൽ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. എത്രയോ ആൾക്കാർ നല്ല രീതിയിൽ ട്രേഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഷെയറുകൾ എടുത്തിരുന്ന ഷെയർസ്, ഇതിനകത്ത് കാണുന്ന ഷെയറുകൾ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ചെയ്തേക്കുന്ന ഇത് 15 ഷെയർ ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിലെ ഒരു 8-9 ഷെയറിനകത്താണ് നല്ല സൂപ്പർ ചാൻസുകൾ വന്നത്. യൂണിവേഴ്സൽ കേബിളിനകത്തുണ്ട്, ഓറിയൻറ്റ് ലിമിറ്റഡിനകത്തുണ്ട്, ഗ്രീവ് സ്കോട്ടിനകത്ത് തന്നിട്ടുണ്ട്, ഗ്രീൻ പാനലിനകത്ത് തന്നിട്ടുണ്ടായിരുന്നു. ഗ്രീൻ പാനലിനകത്ത് ഏകദേശം ഈ റേഞ്ച് വന്നതിന് ശേഷം അടുത്ത് വരെ വരുന്നുള്ളൂ, പക്ഷേങ്കിൽ ആ റേഞ്ച് വന്നിട്ട് നല്ലതായിട്ട് സെല്ലിങ് വരുന്നുണ്ട്. റെയ്മണ്ടിനകത്ത് നല്ല അടിപൊളി ചാൻസ് ഉണ്ടായിരുന്നു. DCMS ശ്രീരാം എന്നുള്ള ഈ ഷെയറിനകത്ത് ലാസ്റ്റ് ടൈമിൽ നല്ല ചാൻസ് ഉണ്ടായിരുന്നു. വറോക്കിനകത്തുണ്ടായിരുന്നു, ത്രിവേണിക്കകത്തുണ്ടായിരുന്നു, JBMIക്കകത്തുണ്ടായിരുന്നു, പിന്നെ അസാഹി ഇന്ത്യക്കകത്തുണ്ടായിരുന്നു, CIE ഇന്ത്യക്കകത്ത്. ഇത്രയും ഷെയർസിനകത്ത് നല്ല ഒന്നാന്തരം ചാൻസാണ് തരുന്നത്. നിങ്ങൾ
പഠിക്കുന്നവർ നമ്മൾക്കിപ്പോൾ എന്തൊരു കാര്യങ്ങൾ പഠിക്കണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് നമുക്കൊരു താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയെങ്കിലും ട്രേഡിംഗ് പഠിച്ച് എനിക്ക് നല്ല രീതിയിൽ കാശുണ്ടാക്കണം, റിസ്ക് ഇല്ലാത്ത രീതിയിൽ പഠിച്ച് മനസ്സിലാക്കി എടുക്കണം എന്നുള്ളവർ മാത്രം വിജയിക്കത്തുള്ളൂ. അല്ലാതെ ടിപ്പ് തരുന്നവർ, ഇപ്പം ഞാനൊരു ഷെയർ ഇന്നടുത്ത് സെല്ല് ചെയ്യാൻ പറയാം, അല്ലെങ്കിൽ ഇന്നടുത്ത് ബൈ ചെയ്യാൻ പറയുക, അങ്ങനെ പ്രാക്ടീസ് ചെയ്തിട്ട് കാര്യമില്ല. നമ്മൾ സ്വന്തമായിട്ട് പഠിച്ചെടുക്കണം. മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യാതെ നമ്മൾ തന്നെ കൃത്യമായിട്ട് പഠിച്ചെടുക്കുമ്പോഴേ നമുക്ക് ബെനിഫിറ്റ് ആകത്തുള്ളൂ. അല്ലാതെ ടിപ്പ് തരുന്ന ഗ്രൂപ്പിലോട്ട് പോയിട്ട് ടിപ്പ് എടുക്കുക, അതിനകത്ത് ചിലത് ലോസ് ആയിപ്പോവും, ചിലത് പ്രോഫിറ്റ് ആയിപ്പോവും, അതിനകത്തൊന്നും നമുക്ക് മനസ്സിലാകത്തില്ല. അതിലും നല്ലൊരു സ്ട്രാറ്റജി പഠിച്ചെടുത്തു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. എൻ്റെ എത്രയോ ഫ്രണ്ട്സ് നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ പഠിച്ചെടുക്കാൻ ശ്രമിക്കുക. അല്ലാതെ ടിപ്പ് പ്രതീക്ഷിച്ച് എനിക്കുള്ള വാട്സപ്പ് ഗ്രൂപ്പിലോട്ട് വന്നാലൊന്നും നിങ്ങൾക്കത് ബെനിഫിറ്റ് ആകത്തില്ല. നിങ്ങൾ ഈ കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ, നല്ല രീതിയിൽ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഗ്രൂപ്പ് കൊണ്ട് ബെനിഫിറ്റ് ഉണ്ട്. അല്ലെങ്കിൽ അതിനകത്ത് ടിപ്പ്, ഷെയർ സെല്ലിങ്, ബൈയിങ് അങ്ങനെയൊന്നും ഞാൻ പറയാറില്ല. ആരെങ്കിലും പറഞ്ഞാൽ ചോദിച്ചാൽ ആ ഷെയറിൻ്റെ ലെവലുകൾ പറഞ്ഞു കൊടുക്കും, ചാൻസ് ഉണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കും, അങ്ങനെയൊക്കെ ഉള്ളൂ. അല്ലാതെ ഞാൻ ടിപ്പ് കൊടുക്കുന്ന ഒരു ഇതായിട്ട് എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പൊന്നും ഞാനങ്ങനെ യൂസ് ചെയ്യാറില്ല. പെയ്ഡ് ഗ്രൂപ്പ് ഉണ്ട്, അത് വേറെ. അതിനകത്ത് നമുക്ക് അതിനകത്ത് ജോയിൻ ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് അറിയാം എങ്ങനത്തെ ചാൻസാണ് കൊടുക്കുക. അപ്പോൾ അത് ആവശ്യമുള്ളവർ യൂസ് ചെയ്യുക, അല്ലാത്തവർ വിട്ടേക്കുക. അല്ലാതെ ട്രേഡർ സ്ട്രീറ്റ് എന്ന് പറയുന്ന ആ ചാനലിൽ തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കത്തക്ക രീതിയിൽ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഞാൻ പറയുന്ന രീതി, ഷെയർ ഞാൻ ഷോർട്ട് സെല്ലാണ് ചെയ്യുന്നത്. ഇൻട്രാ CPR വെച്ചിട്ട് ഷോർട്ട് സെല്ലാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്തൊരു 4-5 ഷെയർ, ഇതിനകത്തൊരു 8-9 ഷെയറിന് നല്ല ചാൻസ് ഉണ്ട്. അതിനകത്തൊരു 3-4 ഷെയർ ഞാനൊന്ന് കാണിച്ചു തരാം. ഇപ്പോൾ യൂണി കേബിൾ എന്ന് പറയുന്ന ഷെയർ നമുക്ക് നോക്കാം. യൂണി കേബിൾ ഇവിടെ നോക്കിയാൽ മതി. ഇത് ഓപ്പണിങ്ങിൽ ഇവിടെയാണ് ഓപ്പൺ ചെയ്യുന്നത്. പ്രീവിയസ് ഡേ ഹൈയുടെ ഒത്തിരി മുകളിലാണ് ഓപ്പൺ ചെയ്യുന്നത്. പക്ഷേ R1 പോയില്ല. R1 പോകാതെ നമ്മൾ ഇവിടെ വരുമ്പോഴാണ് എൻട്രി എടുക്കുന്നത്. നമ്മൾ ഈ പ്രീവിയസ് ഡേയുടെ താഴോട്ട് നമ്മൾ ഇവിടെ ഒരു എൻട്രി എടുത്താൽ 730 ഒരു എൻട്രി എടുത്താൽ ഒരു 10-15 മിനിറ്റ് കൊണ്ട് 698, ലാസ്റ്റിലോട്ടായപ്പോൾ അത് 686 വരെ. നോക്കിയേ, ഈ റേഞ്ചിൽ നിന്ന് 730 ഏകദേശം 46 രൂപയാണ് ലാസ്റ്റ് ടൈം വരെ പ്രോഫിറ്റ്. പക്ഷേ ഒരു 10-15 മിനിറ്റ് വെയിറ്റ് ചെയ്യുന്നവർക്ക് പോലും 30 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് ഇടുന്നുണ്ട്. നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇതാണ്. ഹൈയുടെ മുകളിൽ കൊണ്ടാണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് വെക്കുന്നത്. ഹൈ അടിച്ച് പോയാൽ പിന്നെ അടുത്ത ലെവലിലോട്ട് വരുന്ന ഈ ലെവലിൽ പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ ആ ലെവലിൻ്റെ അവിടെ എടുക്കും. അതല്ല എങ്കിൽ താഴോട്ട് വരുവാണെങ്കിൽ വീണ്ടും ഈ ലെവലിൽ താഴെ പോകുമ്പോൾ നമ്മൾ എൻട്രി എടുക്കും. സിമ്പിളായിട്ടുള്ള കാര്യമാണ്. പക്ഷേ അത് ലൈവ് മാർക്കറ്റിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോഴേ നമുക്കത് കാര്യങ്ങൾ പിടികിട്ടത്തുള്ളൂ. പിന്നെ അതുപോലെ വെപ്രാളപ്പെട്ട് ട്രേഡ് എടുക്കരുത് ഒരിക്കലും. ഈ ലെവലിൽ ഇവിടോട്ട് വരുന്നുടനെ എനിക്ക് കിട്ടാതെ പോകുമെന്നും പറഞ്ഞ് ചുമ്മാ കയറി അവിടെ എവിടെയും കൊണ്ട് ട്രേഡ് എടുത്ത് കളയരുത്, പൈസ കൊണ്ട് കളയരുത്. ഓക്കെ, ഇതിനകത്ത് കണ്ടല്ലോ 46 രൂപയ്ക്ക് അടുത്ത് നല്ല പ്രോഫിറ്റ് വൺ സൈഡ് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഓറിയൻ ലിമിറ്റഡ് എന്ന് പറയുന്ന ഷെയർ, ഓറിയൻ ലിമിറ്റഡ് ഓപ്പണിങ് ഇതാണ് പ്രീവിയസ് ഡേ ഹൈ R1 R2നും R1നും ഇടയിലാണ് ഓപ്പൺ ആകുന്നത്. അതിന് ശേഷം ഈ ഷെയർ R2ന് മുകളിൽ കയറിപ്പോയി. R2ന് മുകളിൽ കയറിപ്പോൾ ഞാൻ പെയ്ഡ് ഗ്രൂപ്പിൽ ഈ 61-60 റേഞ്ച് നിൽക്കുമ്പോഴാണ് ഞാൻ പെയ്ഡ് ഗ്രൂപ്പിൽ പറയുന്നത് ഈ ലെവൽ കട്ട് ചെയ്താൽ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അത് ഇവിടുത്തെ മൂവ്മെൻറ്റ് കാണുന്ന നമുക്ക് ഏകദേശം മനസ്സിലാവും. ഈ ലെവൽ കട്ട് ചെയ്താൽ താഴെ പോകുമെന്ന് പറഞ്ഞു. ആ ഒരു ലെവൽ കട്ട് ചെയ്തു ഒറ്റ മിനിറ്റിൽ ആ ഷെയർ തന്നെ ഇത് കണ്ടില്ല, ഈ ഒരു ലോ അടിച്ചു 150. എൻ്റെ ഫ്രണ്ട്സ് ഒരാളാണെങ്കിൽ 500 രൂപയിൽ നിമിഷം ഒറ്റ ഒരു 10-15-20 സെക്കൻഡ് കൊണ്ട് 2000 രൂപ 500 ഷെയറിൽ, വേറെ ആൾക്കാർ 400 ഷെയറിൽ 1800 അങ്ങനെയൊക്കെ പ്രോഫിറ്റ് ചെയ്തു. അതിനുശേഷം തിരിച്ച് വീണ്ടും ഈ ലെവലേ വന്ന് പിന്നെ വീണ്ടും തിരിച്ച് കുത്തനെ താഴെ പോയി. ലാസ്റ്റിലോട്ട് നോക്കി 147. നല്ല എന്നെ സൂപ്പർ മൂവ്മെൻറ്റ്. ഇത്രയും ചെറിയ ഷെയറിനകത്ത് നമുക്ക് ഏകദേശം 7%, 8% ചുമ്മാ ഒറ്റ നിമിഷം കൊണ്ട് ഒരു മിനിറ്റ് കൊണ്ടാണ് കിട്ടുന്നത്. ഇതായിരുന്നു ഈ ഒറ്റക്കോളം ഞാൻ കൊടുത്തിട്ടുള്ളത് അതിനകത്ത്. അപ്പോൾ നല്ല സൂപ്പർ മൂവ്മെൻറ്റ് ഈ ഷെയറിനകത്ത് ഉണ്ടായിരുന്നു. അതിനുശേഷം നമുക്ക് ചാൻസ് തന്ന വേറൊരു ഷെയർ റെയ്മണ്ട് എന്ന് പറയുന്ന ഷെയർ. റെയ്മണ്ട് ഇവിടെ നമുക്ക് നോക്കിയാൽ ഇവിടെ കണ്ടില്ലോ, പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിലാണ് ഓപ്പൺ ചെയ്യുന്നത്. അല്ല, പ്രീവിയസ് ഡേ ഹൈയുടെ താഴെ ഓപ്പൺ ചെയ്തു, പ്രീവിയസ് ഡേ ഹൈ അടിച്ചു, R1 അടിച്ചു. ഈ ഹൈ പോയതിന് ശേഷം എന്നിട്ട് ഇവിടെ ഇറങ്ങുന്നു. 1889 എൻട്രി എടുത്താൽ നമുക്ക് 1875
അതായത് 14 രൂപ പ്രോഫിറ്റ് ഇവിടെ തരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈസിയായിട്ട് അത് ബുക്ക് ചെയ്യുക. അതിനുശേഷം പോയി പുതിയ ഹൈ അടിച്ചു. പുതിയ ഹൈ അടിക്കാൻ നമ്മൾ വെയിറ്റ് ചെയ്യുക. എന്ത് ചെയ്യണം? അടുത്ത ലെവലിൽ പോകുന്നതെന്ന് നോക്കുക. പോയില്ല, തിരിച്ച് പഴയ ലെവൽ തന്നെ ഇറങ്ങി. നമ്മൾ പഴയ ലെവലിൽ വീണ്ടും എൻട്രി എടുത്തു. 1889 എടുത്തു. നമ്മൾ ഹൈയുടെ മുകളിൽ കൊണ്ട് സ്റ്റോപ്പ് ലോസ് ഇട്ടു. ഈ 1889 നിന്ന് പിന്നെ ആ ഷെയർ പോയ പോക്കുണ്ടോ? 1852. അതായത് ഏകദേശം 36-37 രൂപ പ്രോഫിറ്റ് ലാസ്റ്റ് സമയം വെച്ചുകൊണ്ടെങ്കിൽ വീണ്ടും പോയി ലോ അടിക്കുന്നുണ്ട്. 1826 പോകുന്നുണ്ട്. എന്ത് മനോഹരമായിട്ടാണ് ഷോർട്ട് സെല്ലിങ്ങിന് നമുക്ക് ചാൻസ് വരുന്നത്. നോക്കിയാൽ നമുക്കറിയാൻ പറ്റും. വേറെ ഷെയർസിനകത്തും അതുപോലെ തന്നെ ചാൻസ് വന്നിട്ടുണ്ട്. ഇപ്പം CI ഇന്ത്യ എന്ന് പറയുന്ന ഷെയർ, CI ഇന്ത്യ ഓപ്പണിംഗ് ക്യാൻഡിലിൽ പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിലടിച്ച് നമുക്ക് എൻ്റെ ഇവിടെ അത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. ഇതുകൊണ്ടില്ലേ, ഈ ഹൈ അടിച്ചിട്ട് ഇവിടെ ഇറങ്ങി. ഇവിടെ 519 എൻട്രി എടുത്താൽ നോക്കി 504 വരെ വന്നു. 15 രൂപയുടെ മുകളിൽ പ്രോഫിറ്റ് വന്നു. പിന്നെ അത് തിരിച്ച് വീണ്ടും ആവറേജ് വരും, തിരിച്ചിറങ്ങും. അങ്ങനത്തെ ഒരു മൂവ്മെൻറ്റാണ് പിന്നെ ആ ഷെയറിനകത്ത് തന്നിട്ടുള്ളത്. എല്ലാ ഷെയർസിനകത്തും അങ്ങനെ തന്നെ. ഇപ്പോൾ അസാഹി ഇന്ത്യക്കകത്ത് നോക്കുക, അതൊന്ന് നോക്കിയോ, അതിനകത്തും എല്ലാം അങ്ങനെ തന്നെ. ഓപ്പണിങ്ങിൽ പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ പോയി ട്രേഡായി ഇറങ്ങി. ഇവിടെ ഒരു എൻട്രി എടുക്കുക. 797 റേഞ്ച് ഒരു എൻട്രി എടുത്താൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് 804-805. നോക്കി 776. ലാസ്റ്റ് വീണ്ടും താഴോട്ടാണ് പോകുന്നത്. നല്ല സൂപ്പർ പ്രോഫിറ്റ്, 25-30 രൂപ പ്രോഫിറ്റ്. ഇതുപോലെയാണ് എല്ലാ ഷെയർസിനകത്തും തരുന്നത്. ചില സമയത്ത് ഷെയറിനകത്ത് നമുക്ക് സ്റ്റോപ്പ് ലോസ് പോകും. സ്റ്റോപ്പ് ലോസ് പോയാലും നമുക്ക് എന്തോ ചെയ്യാം, അതിനകത്ത് വെയിറ്റ് ചെയ്താൽ വീണ്ടും ചിലപ്പോൾ നമുക്ക് അതിനകത്ത് നല്ല ചാൻസുകൾ കിട്ടും. ഓക്കെ, അപ്പോൾ അങ്ങനെ നോക്കി ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നാളത്തെ നമ്മൾ ഷെയർ എടുത്ത് വെച്ചേക്കുന്നത് 13 ഷെയർ മാത്രമേ എടുത്തിട്ടുള്ളൂ. ഈ 13 ഷെയർസിനകത്ത് നമുക്ക് ചാൻസ് തരാൻ സാധ്യതയുള്ള, ഇതെല്ലാത്തിനകത്തും ചാൻസ് നല്ല രീതിയിൽ തരാൻ ചാൻസ് ഉള്ള ഷെയറുകളാണ്. ഇപ്പോൾ ഈ MHLX, ഇത് മഹാലക്ഷ്മി റെപ്ടെക് എന്ന് പറയുന്ന ഷെയറാണ്. അപ്പർ സർക്യൂട്ടാണ്. ഓപ്പണിങ്ങിൽ ഒരു ഹെവി മൂവ്മെൻറ്റിൽ വന്നിട്ട് R1 ക്രോസ് ചെയ്തതിന് ശേഷം തിരിച്ചിറങ്ങുകയാണെങ്കിൽ മിക്കവാറും നാളെ നല്ല രീതിയിൽ ഈ ഷെയർ ഇറങ്ങിപ്പോകാൻ ചാൻസ് ഉണ്ട്. നാളെ മിക്കവാറും ഇത് ASM ലിസ്റ്റിൽ പോകാൻ ചാൻസ് ഉണ്ട്. ASM ലിസ്റ്റിൽ പോയതിന് ശേഷം ഈ റേഞ്ച് പോയിട്ട് ഇറങ്ങുകയാണെങ്കിൽ നമുക്ക് താഴോട്ട് നല്ലൊരു ഇത് പ്രതീക്ഷിക്കാം ഈ ഷെയറിനകത്ത്. പക്ഷെങ്കിൽ ഓപ്പണിങ്ങിലൊക്കെ വോളിയം ഇല്ലെങ്കിൽ അതിനകത്ത് ക്വാണ്ടിറ്റി കുറച്ച് ചെയ്യാവും. സോഫ്ടെക് എന്ന് പറയുന്ന ഷെയർ അപ്പർ സർക്യൂട്ടാണ്, അതും 510. അപ്പോൾ ഈ R1 റേഞ്ചിൽ പോയിട്ട് ഇറങ്ങുകയാണെങ്കിൽ നല്ല ചാൻസ് ആയിരിക്കും. അതല്ല, 520 ഒക്കെ പോയിട്ട് 510 താഴോട്ട് കട്ട് ചെയ്താൽ അന്നേരം എൻട്രി എടുക്കുക. നല്ല ചാൻസ് കിട്ടാൻ സാധ്യതയുണ്ട്. അതുപോലെ സൺഫ്ലാഗ് എന്ന് പറയുന്ന ഷെയർ R1 പോയിട്ട് ഇറങ്ങുന്ന കണ്ടാൽ നല്ലൊരു ചാൻസ് ആയിരിക്കും. ഹൈ അടിച്ചിട്ട് പോവുകയാണെങ്കിൽ ഇറങ്ങുന്ന കണ്ടാലും ചാൻസ് എടുക്കാം, പക്ഷേ വെയിറ്റ് ചെയ്യരുത്. AFI എന്ന് പറയുന്ന ഷെയർ ഹൈയോ R1 പോയിട്ട് ഇറങ്ങുകയാണെങ്കിൽ നമുക്ക് ആ 2 റേഞ്ചിനുള്ളിൽ നല്ല സൂപ്പർ ചാൻസ് കിട്ടാൻ സാധ്യതയുണ്ട്. PNC ഇൻഫ്ര ഹൈ അടിച്ചിട്ട് ഇറങ്ങുകയാണെങ്കിൽ വെയിറ്റ് ചെയ്യരുത്, ചെറിയ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് മാറണം. R1 അടിച്ചിട്ട് ഇറങ്ങുകയാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ നല്ല രീതിയിൽ പ്രോഫിറ്റ് കിട്ടാൻ ചാൻസ് കൂടുതൽ. ഏഷ്യൻ ഇലക്ട്രിക് എന്ന് പറയുന്ന ഈ ഷെയർ നാളത്തെ ദിവസം R1 പോയിട്ട് ഇറങ്ങുകയാണെങ്കിൽ നല്ലൊരു ചാൻസ് പ്രതീക്ഷിക്കാം. R1 പോയതിന് ശേഷം ഈ പ്രീവിയസ് ഡേ ഹൈയും ഇറങ്ങുകയാണെങ്കിൽ നല്ല ചാൻസ് താഴോട്ട് പ്രതീക്ഷിക്കാം. അതുപോലെ GIPCL, ഇത് ന്യൂസ് ബേസ്ഡ് മൂവ്മെൻറ്റ് വന്ന ഷെയർ. എന്നാലും R1 പോയിട്ട് ഇറങ്ങുകയാണെങ്കിൽ നമുക്ക് R1 262 ആ റേഞ്ചിൽ പോയിട്ട് ഇറങ്ങുകയാണെങ്കിൽ ചാൻസ് നല്ലതായിട്ട് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. JWL ഇന്ന് പ്രത്യേകിച്ച് ഗവൺമെൻറ് കമ്പനികളൊക്കെ PSU കമ്പനികളൊക്കെ നല്ല രീതിയിൽ മൂവ്മെൻറ്റ് തന്നിട്ടുണ്ട്. അപ്പം 2-3 ആ സെക്ടറിൽ പെട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ശ്രദ്ധിച്ച് വേണം ട്രേഡ് എടുക്കാൻ. എന്നാലും ലെവലുകൾ വന്ന് ചെയ്താൽ നമുക്ക് നല്ല ചാൻസ് ഉണ്ട്. JWL ഈ R2 റേഞ്ച് എന്ന്, R1 റേഞ്ച് ഓക്കെയാണ്, പക്ഷേങ്കിൽ R2 റേഞ്ച് വന്നാൽ ഏറ്റവും നല്ലത്. R2 റേഞ്ച് പോയിട്ട് ഇറങ്ങുകയാണെങ്കിൽ നല്ലൊരു ഇറങ്ങാൻ ചാൻസ് ഉണ്ട്. സ്വാൻ എനർജി അതുപോലെ 800 പോയിട്ട് 796 കട്ട് ചെയ്യുവാണെങ്കിലോ, അതല്ല 711 പോയിട്ട് ഇറങ്ങുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. ഇവിടെ പോയിട്ട് ഇറങ്ങിയാൽ നമുക്ക് അധികം നേരം വെയിറ്റ് ചെയ്യല്ലേ ഉള്ളൂ, കിട്ടുന്ന പ്രോഫിറ്റ് എടുത്ത് മാറുക. ജൂബിലൻ്റ് എൻഗ്രേവിയ എന്ന് പറയുന്ന ഈ ഷെയർ, ഇതും ഒരു ഹെവി മൂവ്മെൻറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഓപ്പണിങ്ങിലൊക്കെ ഈ R1 പോയിട്ട് ഇറങ്ങുകയാണെങ്കിൽ ചാൻസ് എടുക്കാം, പക്ഷേ വെച്ചുകൊണ്ടിരിക്കുക 900 റേഞ്ചിൽ പോയിട്ട് ഇറങ്ങുകയാണെങ്കിൽ, ഇപ്പോൾ 910 പോയില്ല, 905 പോയിട്ട് 900 കട്ടുകയാണെങ്കിൽ 900-ൻ്റെ അവിടെ എൻട്രി, 900-ന് താഴെ എൻട്രി എടുത്തിട്ട് 5 രൂപയുടെ റിസ്ക് എടുക്കുക. തിറ്റാഗ്ര വന്നിട്ട് ഹൈയോ R1 പോയിട്ട് ഇറങ്ങുകയാണെങ്കിൽ ചാൻസ് എടുക്കുക.
എല്ലാം സെല്ലിംഗ് ആണ് പറയുന്നത് കേട്ടോ. പുതിയതായിട്ട് കാണുന്ന ആൾക്കാർക്ക് അതിന് മുകളിലോട്ട് പോകുമ്പോൾ ബൈ ആയിരിക്കുന്നു. ബൈ അല്ല, സെല്ലിംഗ് ആണ്. ലൈറ്റ് ആൻഡ് വ്യൂ എന്ന് പറയുന്ന ഷെയർ R1 അല്ലെങ്കിൽ R2 റേഞ്ചിൽ നിന്ന് നല്ല ചാൻസ് കിട്ടാൻ സാധ്യതയുള്ള ഷെയറാണ്. ഹോട്ടൽ നോക്കുക, ഹൈയോ R1 പോയിട്ട് ഈ 2 ലെവലിൻ്റെ താഴെ പോകണമെങ്കിൽ നല്ലൊരു ചാൻസ് കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ എല്ലാവർക്കും നോക്കി ചെയ്യാൻ ശ്രമിക്കുക. ഞാൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. കാര്യങ്ങൾ മനസ്സിലായാൽ നല്ല രീതിയിൽ ട്രേഡ് എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ.